കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ട്രംപ്. ഈ ഫ്ലൈറ്റ് ഞാനിങ് എടുക്കുക എന്ന് ട്രംപ് പറഞ്ഞ ബോയിങ് 747-8 വിശേഷങ്ങളിലേക്ക് ഒരിത്തിരി ഫ്ലാഷ് ബാക്ക്. ഫെബ്രുവരി 2025 ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഖത്തർ രാജകുടുംബം എത്തിയത് ബോയിങ് 747-8 വിമാനത്തിൽ. വിമാനമെന്നൊന്നും പറഞ്ഞാൽ പോരാ, ആഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു ആകാശ കൊട്ടാരം. വിമാനത്തിൽ കയറിയ ട്രംപിന് അതിലെ ആഡംബരങ്ങൾ അങ്ങ് രക്ഷ പിടിച്ചു. എന്നാൽ പിന്നെ അതൊരെണ്ണം വാങ്ങിയാലോ എന്ന് ചിന്ത. ഒരെണ്ണം കിട്ടിയാൽ എയർഫോഴ്സ് 1 ആക്കാമല്ലോ എന്ന കണക്കുകൂട്ടലിൽ ആവശ്യം ബോയിങ്ങിന് മുന്നിൽ വെച്ചു. പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് നൽകാൻ സാധ്യമല്ലെന്ന് ബോയിങ്. ട്രംപിന് പിണക്കം. സീൻ ഇവിടെ കട്ട്. ഇനി സീൻ 2. ബോയിങ് 747-8 ട്രംപിന്റെ പ്രിയമറിഞ്ഞ ഖത്തർ രാജകുടുംബം അതിലൊരെണ്ണം ട്രംപിന് ഗിഫ്റ്റ് ചെയ്താലോ എന്ന ചിന്തയിലേക്ക്. ട്രംപ് ഗൾഫ് സന്ദർശനത്തിന് വരുമ്പോൾ സമ്മാനം കൈമാറാമെന്ന അറിയിപ്പ്. പിന്നെ വിവാദം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? മറ്റൊരു രാജ്യത്തിന് സമ്മാനം വാങ്ങാമോ എന്നൊക്കെ ചർച്ച. സ്റ്റാച്യു ഓഫ് ലിബർട്ടി മുതൽ അമേരിക്ക വാങ്ങിയ സകലമാന സമ്മാനത്തിലും ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ എന്ന് ട്രംപിന്റെ ആരാധകർ. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? 1. ആകാശറാണി എന്ന് ബോയിങ് തന്നെ വിളിക്കുന്ന സീരീസാണ് ബോയിങ് 747. ആ സീരീസിലെ 747-8 വില $400 മില്യൺ അഥവാ 3400 കോടി രൂപയാണ്. 2. ഒറ്റ തവണ ഇന്ധനം നിറച്ചാൽ 13,650 കിലോമീറ്റർ സഞ്ചരിക്കാം. ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ നിർത്താതെ ഈ ദൂരമുള്ള രണ്ടിടങ്ങൾക്കിടയിലുള്ള യാത്ര സാധ്യമാകും. 3. ടേക്ക് ഓഫ് വെയിറ്റ് 4,47,700 കിലോ. 4. വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ പല ക്ലാസുകളിലായി 410 യാത്രികരെ കൊണ്ടുപോകാം. എന്നാൽ ട്രംപിനായി വരുത്തുന്ന മാറ്റങ്ങളിൽ ആഡംബര ഇന്റീരിയറോടെ 100 പേർക്കുള്ള സീറ്റിംഗ് ക്രമീകരിക്കും. ലോകത്തിലെ ഏറ്റവും അധികം യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട്. 5. സ്പീഡാണെങ്കിലോ മണിക്കൂറിൽ 1050 കിലോമീറ്ററും. 6. 4 എഞ്ചിനും 6 നില കെട്ടിടത്തിന്റെ ഉയരവും 2 ഡെക്കുകളുമുള്ളതാണ് ഈ വമ്പൻ വിമാനം. 6. 100% ഡിജിറ്റൽ അധിഷ്ഠിത വിമാനമാണിത്. അടുത്തത്, മികച്ച പരിസ്ഥിതി നിയന്ത്രിത സംവിധാനം ഇതിലുണ്ട്. നല്ല ഹെഡ്റൂം, എത്ര വലിയ ലഗേജും സൂക്ഷിക്കാം. മാത്രവുമല്ല, ആഡംബരത്തിന്റെ അവസാന വാക്കുന്ന നിലയിലുള്ള ശുചിമുറികളും ഒക്കെ ഈ വിമാനത്തിന്റെ ഭാഗമാണ്. ട്രംപ് സമ്മാനം കൈപ്പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ച് ബെറ്റ് വെച്ചവരും ഉണ്ടത്രേ.